ശ്രീല, മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ജനസമ്പർക്ക പരിപാടി നടത്തി. അപ്പൊ അതിൽ ഒരുപാട് അതെ. ആൾക്കാർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം പ്രയോജനകരമായ ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അന്ന് സി ഉം. പി എം അതിനെ കളിയാക്കിയത് ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട പരിപാടിയാണ് ഒരു മുഖ്യമന്ത്രി ഒരു സ്റ്റേഡിയത്തിൽ വന്നിരുന്ന് ചെയ്യുന്നത് എന്ന രീതിയിൽ വളരെ ആക്ഷേപിച്ചവരായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ പല വേർഷനുകളും ഈ LDF സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അതെല്ലാം എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്, എത്രത്തോളമാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഇപ്പോൾ വരാൻ പോവുകയാണ്, കരുതലും കൈത്താങ്. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ കരുതൽ, ഈ കൈത്താങ് എല്ലാം ആർക്ക് വേണ്ടിയാണ് എന്നത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷനുകളുടെ അർഹരായവരുടെ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ കേരളം മുഴുവൻ ഞെട്ടിക്കഴിഞ്ഞു. ഇപ്പോ ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്, അത് ആർക്ക് വേണ്ടിയാണ് ഈ LDF സർക്കാരിന്റെ ഈ കരുതലും കൈത്താങ്ങും എന്നൊക്കെ, ഇല്ലേ? അതെ, തീർച്ചയായും തീർച്ചയായും പ്രീത, ഉമ്മൻചാണ്ടി സമ്പർക്ക പരിപാടി ഒരാൾ കൂടിയാണ് ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഉമ്മൻചാണ്ടിയുടെ പരിപാടിയിൽ എത്ര പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹമായിരുന്നു പരിഹരിക്കാനും അദ്ദേഹം തന്നെ രാവിലെ മുതൽ രാത്രി വരെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 3 മണി വരെയൊക്കെ അദ്ദേഹം ഇരുന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും നേരം അദ്ദേഹം ഇരുന്നു കൊണ്ട് ഈ ജനസമ്പർക്ക പരിപാടിയിൽ പ്രശ്നങ്ങൾക്ക് ഉണ്ടാക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. എന്നാൽ കേരളത്തിൽ ഈ ജനസമ്പർക്ക പരിപാടിയുടെ മോഡലിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നവസദസ് എന്ന് പറയുന്ന സദസ്സിനെതിരെ ഉയർന്നു വന്ന നിക്ഷേപങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ ആദ്യ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബസ്, ആ ബസ്സാണ് ചെയ്യപ്പെട്ടത്. നേരെ മറിച്ച് ഉമ്മൻചാണ്ടിയെ കൊണ്ട് അത്തരത്തിലുള്ള ഒരു ശല്യങ്ങളുമില്ല. ഉമ്മൻചാണ്ടി കാറിൽ ഇറങ്ങുകയും അവിടെ നിന്ന് ജനങ്ങളുടെ പരാതികൾക്ക് ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു. ഇത്തവണ ആ പരാതികൾ വാങ്ങി ചവറ്റുകൊട്ടയിലേക്ക് കളയുകയായിരുന്നു ചെയ്തതെന്ന ആക്ഷേപം വരെ ഉയർന്നിട്ടുണ്ട്. പല പതിനു ശേഷം റോഡിലും വഴിയിലും ഒക്കെ കിടന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ പരാതികൾ അർത്ഥത്തിൽ രാഷ്ട്രീയ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനാണ്, അല്ല ജനങ്ങളെ സേവിക്കാനല്ല എന്നുള്ളത് വ്യക്തമാവുകയാണ്. ഉമ്മൻചാണ്ടി ജനങ്ങളെ സേവിക്കാനും അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ട് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയപ്പോ അത് ഉടൻ തന്നെ അവിടെ നിന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് പരാതി പിന്നോക്കേണ്ട ചില പരാതികൾ, അത്തരത്തിലുള്ള ചില പരാതികൾ ഉണ്ടാകുമല്ലോ, ആ പരാതികൾ ശേഖരിച്ചു കൊണ്ടുപോയി അതിലൊരു തീരുമാനം ഉണ്ടാക്കുകയൊക്കെ അദ്ദേഹം ചെയ്തതായി നമുക്കറിയാം. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇടതുപക്ഷ സർക്കാർ എന്താണ് ചെയ്തത്? കിട്ടിയ പരാതികൾ വഴിനീളി കളയുകയും നിലപാട് ഒരു നടപടിയും ഇല്ലാത്ത രീതിയിൽ നടത്തുകയും ചെയ്തു. രാഷ്ട്രീയപരമായി അവർക്ക് ഗുണമുണ്ടാക്കാൻ മാത്രം ഉപയോഗിച്ച ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മന്ത്രിമാരടക്കമുള്ളവർ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു. വലിയ വലിയ ഫുഡ് അടക്കമുള്ള അന്ന് ഏറ്റവും കൂടുതൽ സംഭവം അവർ കഴിക്കുന്ന ഫുഡ് പോലും അത്തരത്തിൽ വലിയ വലിയ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട്, വലിയ വലിയ ബിസിനസ്സുകാരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവിടെ പോയി വലിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അവിടെ പോയി ആഹാരം കഴിക്കുന്നു. ഇതൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നവകേരള സദസ്സിന്റെ ബസ്, അത് അത്രയും വില കൂടിയ ബസ് ആയതുകൊണ്ട് വെക്കും എന്നൊക്കെ പറഞ്ഞു. ഏതായാലും മ്യൂസിയത്തിലൊന്നുമില്ല. പിന്നെ നടത്താൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്താൻ വേണ്ടി ഉപയോഗിച്ചു. അതും ഗുണപ്രദമല്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖജനാവിന് എന്തുമാത്രം നഷ്ടമുണ്ടാക്കിയ, എത്രയധികം നഷ്ടമുണ്ട് കേരള സദസ്സാണ്. അതിനുശേഷം ഇപ്പോ 5 ഖജനാവിലില്ല എന്ന് പറയുമ്പോഴും ഇപ്പോ ഒരു പുതിയ പരിപാടി ജനങ്ങൾക്ക് കേൾക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പോകുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഏതാണ്ട് 2.5-3 കോടി രൂപയോളം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മുഖ്യമന്ത്രി ഏതായാലും ബസ്സിന് ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിലുള്ളത്. അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ചേർന്ന് നടത്തിയിരുന്ന നവകേരള സദസ്സ് പോലെയല്ല ഇത്തവണ മന്ത്രിമാര് മാത്രമാണ് പോകുന്നത്. 2024 ഡിസംബർ 9 മുതൽ പലതരത്തിലുള്ള അദാലത്തുകൾ, താലൂക്ക് തല അദാലത്തുകൾ നടത്താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വലിയ രീതിയിൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കരുതലും കൈത്താങ്ങും ഒക്കെ ഇപ്പൊ വന്നേക്കുന്നത് മനസ്സിലായില്ലേ? കരുതൽ ആരെയാണ് നമുക്ക് വ്യക്തമാകുന്നില്ലേ? അപ്പൊ കേരളത്തിലെ സർക്കാരിനെ പ്രശ്നപ്പെടുത്താൻ മാത്രമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ, ജനങ്ങളെ സാധാരണ കിട്ടേണ്ട ക്ഷേമ പെൻഷനുകൾ, പാവങ്ങൾക്ക് കിട്ടേണ്ട ക്ഷേമ പെൻഷനുകൾ സർക്കാർ അടിച്ചെടുത്തിരിക്കുന്നു. അതിന്റെ റിപ്പോർട്ട് വന്ന് 2024 റിപ്പോർട്ട് വന്ന ശേഷം ഈ നിമിഷം വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ക്ഷമിക്കണം, ഇതിൽ 2022 CAG കണ്ടെത്തിയ കാര്യമാണ്. 2024 ആയിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ ആരാണെന്ന് വെളിപ്പെടുത്തില്ല. അവരിൽ നിന്ന് പണം തിരിച്ചു പിടിക്കുമെന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് CPM സർക്കാർ ഉദ്യോഗസ്ഥ തരത്തിൽ അതുകൊണ്ടുള്ള അവരെ
സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. ഈ അദാലത്തിൽ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്, പരിഗണിക്കേണ്ടാത്ത വിഷയങ്ങൾ എന്നിവയൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളൊന്നും തന്നെ ഈ പരിഗണനാ ലിസ്റ്റിൽ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അദാലത്തിൽ ഇപ്പോ പരിഗണിക്കേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് നിർദ്ദേശങ്ങൾ, ലൈഫ് മിഷൻ പ്രപ്പോസൽ, ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അത്തരത്തിലുള്ള PSC സംബന്ധമായ വിഷയങ്ങൾ, വാതള്ളൽ, പോലീസ് കേസുകൾ വിഷയങ്ങൾ, പട്ടയങ്ങൾ തരം മാറ്റുക, ഇത് തന്നെ അങ്ങനെ അത്തരം പരാതികൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനുള്ള അപേക്ഷകൾ, സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ, അതായത് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ളവരും, സർക്കാർ റവന്യൂ റിക്കവറി, വായ്പ തിരിച്ചടവിനുള്ള ഇളവുകളും തുടങ്ങിയ വിഷയങ്ങൾ, ഇതെല്ലാം ജനങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളാണ്. ഈ വിഷയം തന്നെ അദാലത്തിൽ ചർച്ച ചെയ്യുന്നില്ല, അതൊന്നും അദാലത്തിന്റെ ഭാഗമേ ആക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നെ എന്തിനാണ് അദാലത്ത് നടത്തുന്നത്? ജനകീയ വിഷയങ്ങൾ പരിഗണിക്കാതെ ഒരമായി മുന്നോട്ട് പോകുന്ന ആർക്ക് കൈത്താങ്ങും കരുതലും ഒക്കെ കൊടുക്കുന്നതാണ്? ആർക്കാണ് ഇത്തരത്തിലുള്ള കൈത്താങ്ങലും കരുതലും ഒക്കെ? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ പണം വെട്ടിപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നവർക്കോ അത്തരത്തിലുള്ളവർക്കാണോ? എന്തുകൊണ്ടാണ് ഈ ജനകീയ വിഷയങ്ങൾ അദാലത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ അതിനൊരു മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് മാത്രം ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപയും താലൂക്കിന് 3 ലക്ഷം രൂപ വീതം വേണമെന്നാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്ര കോടി രൂപയുടെ നഷ്ടം ഖജനാവിനുണ്ടാകുന്ന ഒരു പരിപാടിക്കാണ് ഇപ്പോൾ കേരളത്തിലെ സർക്കാർ കളം കൂട്ടുന്നത് എന്നുള്ളതാണ്. ഏതാണ്ട് 3 ലക്ഷത്തോളം ഫയലുകൾ ഇപ്പോൾ തന്നെ നിലവിൽ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതാണ് മുഖ്യമന്ത്രിയുടെ കണക്ക്. മന്ത്രിമാർ അദാലത്ത് കൂടി കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി ചെയ്തിരുന്നത് അദാലത്തിന്റെ വിഷയങ്ങൾ അവിടെ വെച്ച് തന്നെ തീർപ്പാക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നവകേരള സദസ്സും അതുപോലെ തന്നെ മറ്റ് ഇതിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അദാലത്തുകൾ കൂടി അദാലത്തിൽ കിട്ടുന്ന പരാതികൾ കൂടി സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഏതാണ്ട് 3 ലക്ഷം ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ കിടക്കുന്നുണ്ടെങ്കിൽ അതൊരു 10 ലക്ഷം ആകും എന്നുള്ളതിന് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ കരുതലും കൈത്താങ്ങും നമ്മൾ കണ്ടതാണല്ലോ, കരുതലും കൈത്താങ്ങും ഒക്കെ കണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനിടെ പോലീസുകാർ അടക്കമുള്ളവർ രക്ഷാപ്രവർത്തനം എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാരും പോലീസും അതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് വ്യാഖ്യാനിച്ചത്. ജനങ്ങളെ എടുത്തിട്ടിരിക്കുന്നത് കണ്ടതാണ്. അത്തരത്തിലുള്ള കരുതലും കൈത്താങ്ങും ഒക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഏതായാലും ഈ കരുതലും പേരിൽ വീണ്ടും നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ പരിപാടി തരത്തിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേരളത്തിലെ നഷ്ടപ്പെട്ട സർക്കാരിന് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ട്, നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അത്തരത്തിൽ താലൂക്കിലെ ജനങ്ങളെ കൂടി പറ്റിക്കാനുള്ള പുതിയ ശ്രമവുമായി ഇറങ്ങുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ രാഷ്ട്രീയം ആശയം പ്രചരിപ്പിക്കാനുള്ള വേദികളാക്കി സർക്കാരിന്റെ ധനകാര്യ വകുപ്പിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ജനകീയ വിഷയങ്ങളൊന്നും തന്നെ ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താതെ താലൂക്ക് തലത്തിൽ അദാലത്ത് നടത്തുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്. നമുക്ക് തന്നെ അറിയാം പ്രീത, ഇപ്പോ വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. കേന്ദ്രത്തെ കുറ്റം പറയുകയാണ്, വയനാട് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് പണം നൽകിയില്ല. കണക്കുണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വലിയ കണക്കുണ്ടാക്കിക്കൊണ്ട് കുറെ കോടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുകയും അത് കൃത്യമായി കേന്ദ്രത്തിനടക്കം കേരളത്തിലെ മാധ്യമങ്ങൾക്കടക്കം എത്തിയപ്പോ അതിനെ സംബന്ധിച്ച് മൃതദേഹം അടക്കമുള്ളവയ്ക്ക് മൃതദേഹം സാമൂഹ്യ സന്നദ്ധ സേവന സംഘടനകളാണെങ്കിൽ അതിനുള്ള ശ്രമം നടത്തിയ സർക്കാരിനെ നമ്മൾ കണ്ടതാണ്. അത്ര കോടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇവിടെ രാവിലെ അതിനുള്ള ഫണ്ട്, അതായത് അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ നിധിയിൽ കിടക്കുന്ന പണം നേരത്തെ ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രം പണം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിൽ പണം ചോദിക്കുന്ന അവർക്ക് വീട്ടിൽ കൊണ്ടുപോകാനാണെന്ന കാര്യത്തിൽ യാതൊരു അവിടുത്തെ മന്ത്രിമാർക്കും മറ്റുള്ളവർക്കും അഴിമതി കാണിക്കാനാണ്. നമ്മൾ കണ്ടതല്ലേ ക്ലിഫ് ഹൗസിലെ തൊഴുത്ത് നിർമ്മാണം, ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് വെക്കൽ, അതുപോലെ തന്നെ മന്ത്രിമന്ദിരങ്ങൾക്കായി തുക ഒരു ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടുന്നതിലേറെ തുകച്ചുകൊണ്ട് ഓരോ പരിപാടിയിലും നടത്തുന്ന അടക്കമുള്ളവ നമ്മൾ കണ്ടതല്ലേ. സാധാരണക്കാരന് ഒരു വീട് വെക്കാൻ കിട്ടുന്ന തുകയ്ക്കും ഇരട്ടിയും അതിന്റെ ഇരട്ടിയിലധികം ഷെഡിന് പോലും ചെലവഴിക്കുന്ന കേരളത്തിലെ കാഴ്ച നമ്മൾ കണ്ടതാണ്. അഴിമതിയുടെ കേളിലംഗമായി മാറിയിരിക്കുകയല്ലേ കേരളത്തിലെ സർക്കാർ. ഈ കോടികൾ വയനാട് കേന്ദ്ര സഹായം തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചു കിടക്കുന്ന കോടികൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് പിരിച്ചെടുത്ത കോടികളൊക്കെ കിടക്കുമ്പോൾ 5 പൈസ വയനാടിന് വേണ്ടി ചെലവഴിക്കാതെ കേന്ദ്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയല്ലേ കേരളത്തിലെ സർക്കാർ. ആദ്യം കിടക്കുന്ന പണം, ആ പണം ചെലവഴിക്കട്ടെ. കേന്ദ്രം തന്നെ കൊടുത്ത പണമാണ് ഈ ദുരിതാശ്വാസ നിധിയിൽ കുറവ് കിടക്കുന്നത്. അത് ചെലവഴിക്കട്ടെ, കേന്ദ്രത്തിന് കണക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തത്. അതിനെ പോലും BJP കെട്ടിവെച്ചുകൊണ്ട് കേന്ദ്രം പണം കൊടുക്കുന്നില്ല എന്ന് വിലപിക്കുകയാണ്. കേന്ദ്രം കൊടുക്കുന്ന ഇക്കാലം കൊടുത്ത പണമൊക്കെ എന്താണ് വിനിയോഗിച്ചതെന്നതിന്റെ കണക്ക് പോലും തിരിച്ചു കൊടുക്കാതെ എല്ലാ സമയത്തും സീതാരാമൻ ഒരിക്കൽ നമ്മൾ കണ്ടതല്ലേ, അവിടെ മാധ്യമങ്ങളുടെ മൈക്ക് അടക്കം
കൊലപാതകങ്ങളുടെ വീഡിയോ ക്യാമറകൾ ഓൺ ചെയ്ത് അതിന് മുന്നിൽ പറഞ്ഞ കണക്കുകൾ നമുക്ക് ഓർമ്മയില്ലേ? അങ്ങനെ കള്ളം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരിടത്തിലേക്ക് കേന്ദ്രത്തിലെ സർക്കാർ, പ്രത്യേകിച്ച് നിർമ്മലാ സീതാരാമനെ പോലൊരു ധനമന്ത്രി എന്ന് മുതിരുമോ? അത് നമുക്ക് എന്താണ് മനസ്സിലാകാത്തത്? കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനും വലതുപക്ഷ സർക്കാരിനും അവക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കോപ്പ് കൂട്ടുക, കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് പണം കൊണ്ടുവന്ന് ആ പണം ഇവരുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിച്ച് ഇങ്ങനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ തന്നെ കരുതലും കൈത്താങ്ങും ഒരു സാധാരണക്കാരന്റെ പെൻഷൻ കൊടുക്കാൻ 1600 രൂപയില്ല. എന്നാൽ പേഴ്സണൽ ബെൻസ് വരെയുള്ളവര് പെൻഷൻ കൊടുക്കുന്നതിൽ കേരളത്തിലൊട്ട് പ്രശ്നവുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അഴിമതി മാത്രമേ കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരിനെ അവരെ സംബന്ധിച്ച് ഇതും ഒരു അഴിമതിക്ക് കളമൊരുക്കൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.